പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തെ പൂർണ്ണതയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്നേഹമുണ്ട്, അതിനകത്ത് ആനന്ദമുണ്ട്, സമാധാനമുണ്ട്, ഇതെല്ലാമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മെ എന്തിനു വേണ്ടി ഇതെല്ലാം തന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മറന്നു പോകും. ദൈവമക്കളെ, അതുകൊണ്ട് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വെൽബീയിങ്ങിന് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകമാണ്. അതിനകത്ത് കഴിഞ്ഞ കാലങ്ങളിലെ മുറിവുകളൊക്കെ മറന്നിട്ട് ജീവൻ്റെ പുതുക്കത്തിൽ നമ്മെ എന്തൊക്കെ സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആയിത്തീരുവാൻ ഇടയാവുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ലതാണ് നമുക്ക് തരുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സമാധാനം ഉള്ളവരായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സമാധാനം ലോകത്തിന് തരുവാൻ കഴിയുന്ന സമാധാനമല്ല. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നതായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിലും നമ്മുടെ ഹൃദയം തുറന്നതായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷം, ആനന്ദം, സമാധാനം എല്ലാം കാണണം. അതിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മുടെ മുഴു ജീവിതത്തിലും നമ്മുടെ മുഴു ഘടനയിലും നാം അനുഭവിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയം ഒരു പൂട്ടിക്കിടക്കുന്ന ജയിലറ പോലെ ആയിത്തീരുന്നില്ലേ? അതോ തുറന്ന വാതിലുള്ളൊരു ഹൃദയമാണോ നമ്മുടേത്? നല്ല കാര്യം. നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വേദനകളും മുറിപ്പാടുകളും എല്ലാം ആ വാതിലിനെ അങ്ങ് മൂടിക്കളയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദനയ്ക്ക് ആ ലോക്കിൻ്റെ ഷേപ്പ് പോലും മാറ്റാൻ കഴിയും. ആ ലോക്കിനെ അങ്ങ് മൂടിക്കളയും നമ്മുടെ വേദനകൾ. അപ്പോൾ ഒരു റൈറ്റ് കീ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും നമുക്ക് പ്രയാസമാകും. നമ്മുടെ ഹൃദയം നല്ല കാര്യങ്ങൾ പ്രവേശിക്കാതെ വണ്ണം അടച്ചിരിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പിൽ അടച്ചിരിക്കും. നമ്മൾ ഇംപ്രിസൺഡ് ആയിരിക്കും, ബന്ധനത്തിലായിരിക്കും. പക്ഷേ നമുക്കെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയണം. നമ്മൾ ഓരോരുത്തരും അത് അനുഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ എളുപ്പമാണ്. വാഗ്ദത്ത വചനങ്ങൾ സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഉള്ളത് നമ്മളിൽ തന്നെ വന്ന് നിറയും. വെരി സിമ്പിൾ അല്ലേ? പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഈസി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള കീ അറിയത്തില്ല. ഹൃദയത്തിൻ്റെ ആ ലോക്കിലേക്ക് വെക്കുവാനുള്ള കീ എന്താണെന്നറിയത്തില്ല. പക്ഷേ യേശു ക്രിസ്തു നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ആ കീ ഉണ്ടെങ്കിൽ, ആ താക്കോലുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ റെവല്യൂഷനൈസ് ചെയ്യും. ഒരു പവർഫുൾ കീയാണ് അത് എല്ലാത്തരം ഹൃദയത്തിൻ്റെയും വാതിലുകളെ തുറക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെ തരം മുറിവിൻ്റെ ബന്ധനമുണ്ടെങ്കിലും അതിൻ്റെ ചെയിൻസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ കഴിയുന്ന ആ ഒരു കീ നമുക്ക് വേണ്ടേ? നമ്മുടെ ഹൃദയം വിസ്താരത്തിൽ തുറക്കുവാൻ ആ കീ കൊണ്ട് സഹായിക്കും. എന്നിട്ട് സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം ഒരുക്കി വെച്ചോ അതെല്ലാം പൂർണ്ണ അളവിൽ അനുഭവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. എന്താണ് ആ കീ എന്ന് ഞാൻ പറയട്ടെ. ഫോർഗീവ്നെസ്. ആ കീ ഫോർഗീവ്നെസ്സാണ്. ഗലാത്യർ 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്തോത്രം.
നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ പഴുപ്പ് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ ആ വൂണ്ട് കരിയത്തില്ല. അപ്പോൾ ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ ആ ഇൻഫെക്ഷൻ അവിടെ കിടന്നാൽ അതങ്ങ് സ്പ്രെഡ് ചെയ്യും, അത് പകരും. നമ്മൾ ആ ഇൻഫെക്ഷനും ആ അഴുക്കും എല്ലാം ആ മുറിവുകളിൽ നിന്ന് മാറ്റിയാൽ, അതായത് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന മുറിവുകളിൽ നിന്ന് എല്ലാ ഇൻഫെക്ഷനും എല്ലാ ഡേർട്ടും മാറ്റിയാൽ അവിടെ പിന്നെ ഫൊർഗീവ്നെസ് വ്യാപരിക്കും, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്നാ പറ്റുമെന്നറിയാമോ? നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ ഹേർട്ട്ഫുൾ ആറ്റിറ്റ്യൂഡും ആക്ഷൻസും ആരിൽ നിന്ന് വന്നോ അവരിലോടുള്ള ആ ഫീലിങ്സ്, അത് നല്ല ഫീലിങ്സ് അല്ല, ആ ബാഡ് ഫീലിങ്സ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെച്ച് പുലർത്തും. അപ്പോൾ മറ്റേ വ്യക്തി മൂലം നിൻ്റെ ഹൃദയത്തിലുണ്ടായ മുറിവുകളുണ്ടല്ലോ, നീ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നീ അതിനെ ക്ഷമിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ നിനക്കൊരു ഗുണവും വരത്തില്ല. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ഒന്ന് തീരുമാനിച്ചാൽ ഞാനത് മറക്കും, ഐ വിൽ ഫോർഗെറ്റ് ഇറ്റ്. എന്നിട്ട് നീ പറ, ഐ വിൽ മൂവ് ഓൺ വിത്ത് മൈ ലൈഫ് ഹാപ്പിലി. പറ്റുമോ? എന്നാൽ അങ്ങനെ പോയില്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഡീപ്പാകത്തേ ഉള്ളൂ, കൂടുതൽ പടരത്തേ ഉള്ളൂ. നമ്മൾ അതങ്ങ് ഇഗ്നോർ ചെയ്യാമെന്ന് വെച്ചാലോ, അപ്പോഴും ആ ഇൻഫെക്ഷൻ അവിടെ നിൽക്കുമല്ലേ, അതവിടെ കിടക്കുമല്ലേ, അത് പടരുമെന്നേ. അത് നിൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും, നിൻ്റെ ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യും, നിൻ്റെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യും, നിൻ്റെ നന്മയെ അഫക്റ്റ് ചെയ്യും, നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തെയും അഫക്റ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. ആ ഒറിജിനൽ വൂണ്ടുമായിട്ട് കണക്റ്റ് ചെയ്യാത്ത നിൻ്റെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളും കൂടെ അത് മുഖേന അഫക്റ്റഡ് ആകും. പ്രൈസ് ഗോഡ്. എന്നാൽ ഫൊർഗീവ്നെസ് ജീവിതത്തിലെ ഒരു സ്വഭാവമായി ഒന്ന് സ്വീകരിക്കാമോ? അത് നിൻ്റെ ജീവിതത്തിൽ നിന്നെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ആക്കും. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിനകത്ത് 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 18 വേഴ്സസ് 21 to 27. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം നിൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ച് കൊടുത്തു. ക്ഷമയുടെ ഒരു നല്ല ഒരു പാരബിള് യേശു കർത്താവ് പറഞ്ഞതാണ്. എല്ലാം കഥകൾ മുഖേന അല്ലെങ്കിൽ ഉപമകൾ മുഖേനയാണ് എല്ലാ ആത്മീയ സത്യങ്ങളും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. ആ സത്യത്തിൻ്റെ പ്രാധാന്യം നമുക്കപ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും. ഇതിനകത്ത് നമ്മൾ കാണുന്നത് കരുണയില്ലാത്ത ഒരു സെർവൻ്റ്, അൺമേഴ്സിഫുൾ സെർവൻ്റിനെയാണ് കാണുന്നത്. പ്രൈസ് ഗോഡ്. പത്രോസ് ചോദിക്കുന്നു എത്ര വട്ടം ക്ഷമിക്കണമെന്ന്. ഞാൻ പറയട്ടെ, പത്രോസും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുമൊക്കെ ഓർത്തിരുന്നത് ദൈവം വേറൊരു വിധത്തിൽ അതിൻ്റെ ഉത്തരം കൊടുക്കുമെന്നായിരുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പെർഫെക്ഷൻ്റെ നമ്പറാണ്. യേശു കർത്താവ് 22-ാം വാക്യത്തിൽ പറഞ്ഞു 7 പ്രാവശ്യമല്ല 70 പ്രാവശ്യം. ആ ഐഡിയ, ബ്രില്യൻ്റ് ഐഡിയ യേശുവിൻ്റെ നല്ലതായിരുന്നു. Forgive your brother or sister 70 times 7 times. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, God wants and expects you and me to forgive everyone for everything every time. സമ്മതിച്ചോ?
forgive everyone for everything every time. Praise God. എൻ്റെ ചെറിയ ഒരു പ്രായത്തിലൊക്കെ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥം അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം എംഫസൈസ് ചെയ്തിരിക്കുന്ന ഈ റാഡിക്കൽ ഫോർഗീവ്നെസ് എത്ര വിലയുള്ളതാണ്. അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള കഷ്ടതകൾ, സഫറിങ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നുപെടും. ഇതൊരു യൂണിവേഴ്സൽ റിയാലിറ്റിയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ദൈവമക്കളെ, നമുക്ക് നമ്മുടെ അക്കൗണ്ട് ദൈവസന്നിധിയിൽ സെറ്റിൽ ചെയ്യേണ്ടി വരും. അന്ന് നമ്മൾ ട്രബിളിനകത്തായി പോകരുത്. അത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ 18-ാം അധ്യായത്തിൽ തന്നെ വലിയ ഒരു നല്ല ഉദാഹരണം യേശു കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലൊരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. മറ്റുള്ളവരോട് ഞങ്ങൾ ചെയ്തിട്ടുള്ള അപരാധങ്ങൾ ഞങ്ങളോട് പൊറുക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ മക്കളായ, നിഷ്കളങ്ക മക്കളായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.